തന്നെ കൊന്നതാവാം. ഇപ്പോ ഇവിടെ ഒരു നേതാക്കന്മാരും കൊലപ്പെടുന്നില്ല. മിക്കവരും പാർട്ടിയിലെ ചെറിയ പ്രവർത്തകരാണ് കൊലപ്പെടുന്നത്. അപ്പം ഒരു കൊലപാതകത്തിലൂടെ ആ പാർട്ടിക്ക് കിട്ടുന്ന സിമ്പതി, അതിലൂടെ അവർക്ക് ലഭിക്കുന്ന വോട്ടുകൾ, ആ പാർട്ടിയുടെ നേതാക്കന്മാര് തന്നെയാണ് ഈ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നതെന്ന് കുറച്ചും കൂടി ഈ കാര്യത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇപ്പൊ സ്വയം മരിക്കാൻ ഒരാളും റെഡിയാവില്ല വോട്ടിന് വേണ്ടി. അതിനുവേണ്ടി ചെറിയ ആൾക്കാരെ കൊല്ലുന്നു, അതിലൂടെ അവർക്ക് വോട്ട് കിട്ടുന്നു, അവർ ജയിക്കുന്നു. ഈ ചെറിയ യൂത്തിന്റെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ യുവത്വത്തിന്റെ രാഷ്ട്രീയമാണ് നമ്മുടെ നാട്ടിൽ ശരിക്കും ആവശ്യം. ഇപ്പൊ പ്രായം കൂടുന്നവര് ഒരുമാതിരി ആർത്തി കൂടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പം ഗദ്ദാഫിനെ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഗദ്ദാഫി ആദ്യം ഭരണത്തിൽ ഏറിയ സമയത്ത് പുള്ളിക്കാരൻ സ്വന്തം നാടിനു വേണ്ടി വളരെ നല്ല കാര്യങ്ങളായിരുന്നു കൂടുതലും ചെയ്തിരുന്നത്. എന്നുവെച്ചാൽ അമേരിക്കനെ എതിർത്തു, അവരുടെ എണ്ണപ്പാടങ്ങൾ ദേശീയവൽക്കരിച്ചു, അങ്ങനത്തെ കുറെ നല്ല കാര്യങ്ങൾ പുള്ളിക്കാരൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ പ്രായം കൂടി വന്ന സമയത്ത് അധികാരം കയ്യിൽ വന്ന് അതിന്റെ സുഖം അനുഭവിച്ചു തുടങ്ങിയപ്പോഴാണ് പിന്നെ അദ്ദേഹം ക്രൂരനായി മാറിയതും പിന്നെ അവസാനം സ്വന്തം ആൾക്കാരാൽ കൊല്ലപ്പെട്ടതും. പിന്നെ നമ്മുടെ നാട്ടിലും കാര്യങ്ങൾ മാറി തുടങ്ങിയെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പൊ അടുത്ത അനൂപ് ജേക്കബിന്റെ വിജയം, പക്ഷെ അതിനകത്തും അനൂപ് ജേക്കബിന്റെ അച്ഛൻ മരിച്ചുപോയി, ആ ഒരു സിമ്പതി അതിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ലോകത്ത് വികസിതമായ ഏത് രാജ്യങ്ങളെ നോക്കിയാലും, ഇപ്പൊ അമേരിക്ക ആണേലും ഫ്രാൻസ് ആണേലും, അവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഭരണാധികാരെല്ലാം യുവത്വത്തിന്റെ പ്രതിബിംബങ്ങളാണ്. ഇപ്പൊ ഫ്രാൻസിന്റെ നിക്കോളാസ് സർക്കോസി ആണെങ്കിലും അമേരിക്കയുടെ ഒബാമയാണെങ്കിലും, ഒബാമയുടെ കൂടെ മത്സരിച്ച മക്കെയിൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനായിരുന്നു. അത് 89 വയസ്സുള്ള അയാളെക്കാട്ടും അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് പ്രായം കുറഞ്ഞ ഒബാമയായിരുന്നു. അവർക്കറിയാം യുവത്വം കൊണ്ടാണ് അവർക്ക് പിന്നെയും പുരോഗതി കൈവരിക്കാൻ പറ്റുള്ളൂ എന്ന് അവർക്കറിയാമായിരുന്നു. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ഭരണാധികാരികളും, നെപ്പോളിയൻ ആണെങ്കിലും അവരെല്ലാം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചവരാണ്. നെപ്പോളിയൻ ഫ്രാൻസ് ഭരിച്ച സമയത്ത് ഫ്രാൻസിൽ വന്ന മാറ്റങ്ങൾ വളരെ അത്ഭുതപൂർവ്വമാണ്. ഇപ്പം സഞ്ചാരത്തിന്റെ പ്രോഗ്രാം കാണുമ്പോഴാണേലും നമുക്ക് ഫ്രാൻസിനെ കുറിച്ച് പറയുമ്പോൾ അവർ എടുത്തു പറയുന്നത് ഈ കാണുന്നതെല്ലാം നെപ്പോളിയന്റെ കാലത്ത് നിർമ്മിച്ചവയാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു അഭിമാനം തോന്നും. അവിടെ അത്ര ദീർഘവീക്ഷണത്തോടെ വലിയ ഇപ്പൊ ഇവിടെ സമരമാണ് 6 പാതകളാണെന്നൊക്കെ പറഞ്ഞത്. അവിടെ അന്നേ അത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇത് മുന്നിൽ കണ്ട് അന്ന് കുതിരവണ്ടി മാത്രമേ ഓടിയിട്ടുള്ളൂ. എന്നിട്ടും അവര് മുന്നിൽ ഇനിയും വരുന്ന വിചാരിച്ച 6 പാത അന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. ഇപ്പൊ പാരീസ് എന്ന് പറഞ്ഞ സിറ്റി കണ്ടു കഴിഞ്ഞാൽ പുതിയതായി ഉണ്ടാക്കിയതിനെക്കാട്ടും പണ്ടത്തെ ശില്പമാതൃകകൾ അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. ഏറ്റവും ഭംഗിയുള്ള ഒരു രാജ്യമാണ് ഫ്രാൻസ്, ഇറ്റലി, പാരീസ് അങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം. പിന്നെ എന്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കൂടുതലും പ്രായമായവർക്കാണ് ഇപ്പം രാജ്യസഭയിലോട്ട് തെരഞ്ഞെടുക്കപ്പെട്ട 30-35 വയസ്സ് അങ്ങനെ എങ്ങാണ്ട് ഒരു പ്രായപരിധി ഉണ്ട് ഏറ്റവും കുറഞ്ഞത്. അതല്ല വേണ്ടത്. പ്രായം കുറഞ്ഞവരെ തിരഞ്ഞെടുത്തിട്ട് പ്രായം കൂടി ഇപ്പൊ ക്രിക്കറ്റില് വിരമിച്ച ആൾക്കാരെ, കമന്റർമാര്, അമ്പയർമാര്, പിന്നെ കോച്ച് അങ്ങനെയായിട്ട് നമ്മൾ എടുക്കുന്നത്. അതേ അവസ്ഥ നമ്മുടെ കേരളത്തിന്റെയും നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിലോട്ട് വരണം. പ്രായമായ നേതാക്കളെ ഭരിക്കാൻ വിടാതെ യുവത്വത്തെ മുന്നോട്ട് വഴി കാണിച്ചു കൊടുക്കാൻ, അവരെ ഭരിക്കാൻ വിടരുത്, വഴി കാണിച്ചു കൊടുക്കാനായി മാറ്റി നിർത്തണം. അവരെ പരിശീലിപ്പിക്കാനായി പ്രായമായവരെ മാറ്റി നിർത്തേണ്ട ഒരു കാലം വന്നിരിക്കുന്നു. ഇപ്പം ശരിക്കും ക്രിക്കറ്റിൽ നമുക്ക് മനസ്സിലാവാം, വിരമിച്ച ആൾക്കാരാണ് പുതിയ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അവരെ കോച്ചായിട്ട് നിയമിക്കുന്നതൊക്കെ വിരമിച്ചു കഴിഞ്ഞ ആൾക്കാരെയാണ്. അങ്ങനത്തെ ഒരു കാലമാണ്, അങ്ങനത്തെ സമ്പ്രദായമാണ് നമുക്കിവിടെ വേണ്ടത്. ഇപ്പൊ അദ്വാനി നിതിൻ ഗഡ്കരിക്ക് മാറിക്കൊടുത്തവരെ അത് പുറകിൽ നിന്ന് വഴി പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനത്തെ ഓരോ ചെറിയ കാര്യങ്ങളുടെയും യുവത്വം വന്ന് ഏറ്റവും ചോരത്തണുപ്പുള്ള സമയമാണ്. നാടിനു വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്ന് തോന്നുന്നത് ഈ സമയത്താണ്. എനിക്കൊക്കെ ഒരുപാട് ചെയ്യണമെന്ന് വലിയ ആഗ്രഹങ്ങളാണ്. പിന്നെ എന്റെ അറിവില് എനിക്ക് അറിയാവുന്നൊരു എന്റെ അമ്മയുടെ കാര്യം തന്നെ അറിയാം. എന്റെ അമ്മ രാഷ്ട്രീയ പാർട്ടിയിൽ കയറുന്നവരുണ്ട്. അപ്പം
ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും വീടിന്റെ സംഭവമൊക്കെ ഒപ്പിച്ചെടുക്കാൻ പറ്റുന്നുള്ള ചിന്തയിലാണ് എന്റെ അമ്മ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. അങ്ങനത്തെ ഒരു പ്രായം കഴിഞ്ഞ് അങ്ങനെ ചിന്തിക്കുള്ളൂ. ഞാനാണെങ്കിൽ അങ്ങനെയൊന്നല്ല, ഞാൻ നേരെ തിരിച്ച് ചിന്തിക്കുള്ളൂ. ആർക്കെങ്കിലും നല്ലത് ചെയ്യാൻ പറ്റി അത്രയും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് യുവത്വം ഇറങ്ങുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളിലും യുവത്വത്തിന് മുൻഗണന നൽകി നമുക്ക് പോകാം. ഇത്രേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.